ഗൈസ്, ഇത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ചിട്ടുള്ള ഫോട്ടോഷൂട്ട് ഡേ ആണ് കേട്ടോ. വെളുപ്പിനെ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടുന്ന് നമ്മുടെ ഫോട്ടോഷൂട്ട് എടുക്കേണ്ട ഒരു സ്പോട്ടേക്ക് 2.5 മണിക്കൂർ യാത്രയുണ്ട്. 6 മണിക്ക് നമ്മളോട് എത്താൻ പാടുണ്ടായിരുന്നു. ഇപ്പം സമയം 3:30. 3 മണിക്ക് എണീറ്റു, കൂലിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഏട്ടനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് കാണിച്ച വീഡിയോൻ്റെ ഒറിജിനൽ വീഡിയോ ഇതല്ല കേട്ടോ ഗൈസ്. ഒറിജിനൽ നല്ല അടിപൊളി സോങ്ങാണ്. പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് കോപ്പിറൈറ്റ് ഇല്ലാത്തൊരു സോങ് കേട്ടിട്ടുന്നുള്ളൂ. നമുക്ക് മിസ്റ്റർ ഡാഡിലും പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഒറിജിനൽ സോങ് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കുർത്താമ. തലേ ദിവസം പോയിട്ടാണ് എടുത്തത് കേട്ടോ. ഈ ഒരു ഡ്രസ് കോമ്പിനേഷൻ, ഈ ഒരു ധാവണി ഫാഷൻ ക്ലബ് ബോട്ടിക്കിൽ നിന്നാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് നാൾ മുമ്പ് മേടിച്ചതാണ് കേട്ടോ. അതേ കളറ് നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ തന്നെ വേണമെന്ന് ഹരീഷിന് ഭയങ്കര നിർബന്ധമായതുകൊണ്ട് ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതേ നമ്മുടെ ചാന്തൊക്കെ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. രണ്ട് പിള്ളേരും നമ്മൾ അമ്മയുടെ കയ്യിലും നാത്തുൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോകണം. ഞാൻ എണീക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചാന്തു എണീറ്റിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഞാൻ വലിയ കമ്മലൊക്കെ ഇട്ടിരുന്നത് അത് മാറ്റി അവളെ കമ്മലൊന്നും വള ഉണ്ടായിരുന്നില്ല, അവളെ കയ്യിൽ വള ഊരി ഞാൻ എൻ്റെ കയ്യിലിട്ടു. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ അമ്മ ബബ്ബയെ തരുന്നുണ്ട്. ചാന്തുവിന് കാശിയായിട്ട് ഭയങ്കര കമ്പനി ആയതുകൊണ്ട് എനിക്കൊരു സമാധാനം കേട്ടോ. അമ്മയ്ക്ക് പെട്ടെന്ന് ടെൻഷനാവും. അവനിങ്ങനെ കരയുമ്പോൾ ശ്വാസം പോണാറിന് ഭയങ്കരമായിട്ട് ടെൻഷനാവും. സോ നമ്മളിതേ ഇറങ്ങാണ് ഗൈസ്. നല്ല ഇരുട്ടാണ്. എനിക്ക് തോന്നുന്നു കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ പോണത്, അതും ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഗൈസ് സമയം 4:25. കൂരാകൂരിട്ട് എല്ലായിടത്തും എനിക്ക് കറണ്ട് ഒന്നുമില്ല കേട്ടോ. ഭാഗ്യം, ഇത്ര നേരം കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോൾ വേണമെങ്കിലും ഇൻവെർട്ടർ ഓഫ് ആവാം. ഫാനൊന്നും ഓഫായി കഴിഞ്ഞാൽ അപ്പം നമ്മുടെ കാശിക്കൂട്ടനെ എനിക്കും. ആ ഒരു ടെൻഷനിലായിരുന്നു. കാരണം അച്ഛൻ്റെയും അമ്മയുടെയും ചാന്തുവിനെ ഏൽപ്പിച്ചിട്ടാണ് ഇന്ന് പോണത്. നമ്മുടെ ഷൂട്ട് നമ്മൾ ആദ്യമായിട്ടാണ് തോന്നുന്നത്. ഇത്രയും നേരത്തെ കഴിഞ്ഞിട്ട് ഷൂട്ടിന് പോണത് അല്ലേ? ഒരു ഫോട്ടോഷൂട്ടിന് നമ്മൾ ആദ്യമായിട്ടാണ് പോണത്. നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർ അപ്പുറം ഏതമ്പലമായിരുന്നു കേട്ടോ? വാഴാലിക്കാവ് ക്ഷേത്രം. വാഴാനിക്കാവ് അവിടെയാണ്. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ യാത്ര നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ഹരീഷാണ് നമുക്ക് ഫോട്ടോ എടുക്കാൻ വരുന്നത്. നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ഷൂട്ടാണ് ഇപ്പോൾ നടക്കാൻ പോണത് കേട്ടോ. വെഡിങ് ആനിവേഴ്സറി എന്താണ് കേട്ടോ? വെഡിങ് ആനിവേഴ്സറി പറഞ്ഞത് കുട്ടികൾക്ക് എന്ത് പറയാൻ പറ്റില്ല. അല്ലല്ല, പറയാൻ പറ്റില്ല. പല ഭർത്താക്കന്മാർക്കും വെഡിങ് ആനിവേഴ്സറി ഉണ്ടാവാറില്ല. ഇല്ല അതില്ല. അപ്പോൾ ഏപ്രിൽ 29 നമ്മുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ അതിന് മുമ്പ് ഇന്ന് ഏപ്രിൽ 21 എന്നാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ഇടാനൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. കാരണം എനിക്ക് കുറച്ച് പെൻഡിങ് പോകാൻ കുറച്ച് വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും കഴിച്ചിട്ടില്ല, ചായ ഒന്നും കുടിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഒരു സുഖമില്ലായ്മ ഉണ്ട്. എനിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഒരു സുഖമില്ലായ്മ. പക്ഷെ രാവിലെ ഞാൻ ചായ ഒന്നും കുടിക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ദൂരം വാങ്ങിയേട്ടാ. ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്ന് ഷൂട്ടുണ്ടോ അന്ന് മഴ ഉറപ്പാണ്. അപ്പം ഇന്ന് മഴയൊക്കെ കഴിഞ്ഞൊന്നിങ്ങനെ ഏകദേശം ഇങ്ങനെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഒരു 1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം എങ്ങനെയൊക്കെയാണ്. ഞാൻ ഹെയർ ഒന്നും കെട്ടിയിട്ടില്ല. അവിടെ ഇത്രയൊക്കെ മുമ്പായിട്ട് സെറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. ചേട്ടാ ഇവിടെ നമ്മൾ പോകുന്ന ഒരു റൂട്ട് കണ്ടപ്പോൾ ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല ഇതേപോലൊരു സ്പോട്ടിലേക്കാണ് പോകണമെന്ന്. ഒരുപാട് ഫോട്ടോഷൂട്ടുകൾ നടന്നിട്ടുള്ളൊരു സ്പോട്ടാണെന്ന് അറിയാൻ കൂടെ. പക്ഷെ നിങ്ങളൊന്ന് നോക്കി ഒരു ഇടുക്ക് വഴി ഭയങ്കര ഗ്രാമീണത നിറഞ്ഞൊരു സ്പേസ് ആട്ടോ അത്. നല്ല രസമാണ്. നല്ല രാവിലത്തെ അമ്പലത്തിൻ്റെ ഭക്തിഗാനങ്ങളൊക്കെ കേൾക്കണേ. പക്ഷേ ഈ ഒരു
ഇടിഞ്ഞ ഉൾവഴി കൂടെ, 2 സൈഡും കാട് പോലെയല്ലേ, ഇടിഞ്ഞ ഉൾവഴി കൂടെ നമ്മൾ എത്തിയിട്ട് ആ ഒരു സ്പോട്ട് എത്തുന്നത് ഒരു വലിയൊരു പാടത്തേക്കാണ് കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിൽ എന്തോരം ഹിഡൻ പ്ലേസസ് ഉണ്ടാവുന്നു. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ പ്ലേസുകൾ നമ്മൾ കാണാത്തതുണ്ടാവും. ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ പോണതാണ് മക്കളെ. അതായത് എന്നെപ്പോലെ എനിക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഒക്കെ ഒരു സ്പേസ് എന്ന് പറയണത്. ഗൈസ്, നമ്മളെത്തി. അടിപൊളി സ്ഥലം, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. മലയും കുന്നും കാണിച്ചു തരാം. സൂപ്പർ സ്ഥലം, അതിൻ്റെ ഒട്ടനടുത്തൊരു അമ്പലം, വീട്, എന്തൊരു സ്ഥലം കേട്ടോ, സൂപ്പർ. ഗൈസ്, ഞങ്ങൾ റെഡി. പക്ഷെ ക്യാമറ ചേട്ടന്മാരെത്തിയിട്ടില്ല ഗൈസ്. ക്യാമറ ചേട്ടന്മാരെത്തണം. അപ്പോൾ ഇതിന് നമുക്ക് ഈ അമ്പലത്തിലൊന്ന് കയറി ഒന്ന് തൊഴാം അല്ലേ, ഒന്ന് കയറി തൊഴാം അല്ലേ. ഞാനപ്പോൾ ദേ ഇവിടെ വന്നിട്ടാട്ടോ മുടിയൊക്കെ സെറ്റാക്കിയത്. വീട്ടിൽ നിന്ന് വെറുതെ കെട്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അമ്പലം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ട്രഡീഷണൽ അമ്പലമാണ്. നമ്മൾക്ക് കയറിയപ്പോൾ തന്നെ അവിടുത്തെ പ്രതിഷ്ഠ പുറത്തുനിന്ന് തൊഴുതാട്ടോ. പ്രതിഷ്ഠ കണ്ടപ്പോഴേ നമുക്കത് മനസ്സിലായി. അതുകൊണ്ട് ഇതിന് കറക്റ്റ് കുറേ ദിവസത്തെ വ്രതം വേണമായിരിക്കും. അതൊന്നും കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ അകത്ത് കയറി തൊഴുതില്ല. പിന്നെ ഇങ്ങനത്തെ അമ്പലത്തിലൊക്കെ ഒരു പ്രത്യേകതരം എന്താ പറയുക, നമ്മൾ തൊഴാനൊക്കെ രീതികളുണ്ടാവും. ഈ ഒരു ലൊക്കേഷനിലൊക്കെ നമുക്ക് ശരിക്കും പഞ്ചവർണ്ണ പൈങ്കിളിപ്പെണ്ണി. നമ്മുടെ പിള്ളേരുടെ കാർ അവിടെ എത്തിക്കഴിഞ്ഞു. അവനാണത്. അവൻ പറഞ്ഞു 10 വരെ ഉണ്ട്, 10 എണ്ണത്തിന് ഞാൻ ഇവിടെ എത്തുന്നു. യേസ്, അവരെ മിന്നിക്കൊണ്ട് വെക്കുന്നുണ്ട്, മിന്നിക്കൊണ്ട് വരുന്നുണ്ട്. ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയില്ലേ ഗൈസ്. ഭയങ്കര ഒരു ട്രഡീഷണൽ ഒരു അമ്പലമാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള അമ്പലങ്ങളിൽ പ്രാർത്ഥിക്കാൻ ഒരു പ്രത്യേക രീതിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പുറത്തുനിന്ന് തൊഴുത് വന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഹരീഷിനെ. കാരണം നിങ്ങൾ കണ്ട് പുളിച്ചിട്ടുണ്ടാവും ഇവൻ്റെ ഒപ്പം ഉള്ളവരെ. കാരണം എൻ്റെ ഓൾമോസ്റ്റ് കുറേ ഷൂട്ടുകൾ ചെയ്യുന്നത് ഇവനാണ്. നമുക്ക് ഭയങ്കരമായിട്ടും എന്താ പറയുക, ഭയങ്കര ഓക്കെ ആവുന്ന ആളാവണം നമുക്ക് ഫോട്ടോ എടുക്കണത്. പ്രത്യേകിച്ച് നമ്മൾ ഈ റീലൊക്കെ എടുക്കുന്ന സമയത്ത് അത്രയും കംഫർട്ടായിരിക്കണം. സോ അതുകൊണ്ട് നമുക്ക് ഹരീഷും ചെക്കനുമായിരുന്നു നമ്മുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ റീലാണ് ഇവൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഫോട്ടോസൊക്കെ അത് കഴിഞ്ഞിട്ടായിരുന്നു. ഞങ്ങൾക്ക് യാതൊരുവിധ പ്ലാൻ ഉണ്ടായിരുന്നില്ല ഗൈസ്. അതായത് അവൻ പറയുന്നു, ഞങ്ങൾ ചെയ്യുന്നു, അത്രമാത്രം. ഞങ്ങൾക്കിടയിൽ അത്രയും സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ അവൻ്റെ ഇത് നല്ല ചീത്തയും കേൾക്കും. പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ നല്ല ചീത്തയും കേൾക്കും കേട്ടോ. അപ്പോൾ കുറേ തെറിവിളിയൊക്കെ കേട്ടിട്ടാണ് നമ്മൾ ചെയ്തത്. ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ കാണുന്നൊരു സോങ് പോലെ അല്ല കേട്ടോ നമ്മുടെ ഒറിജിനൽ സോങ് എന്ന് പറയണത്. കൂടി ക്ലാസ് കയറി 6:20 മൂടിപ്പ് വെച്ച് കിടന്ന് ഉറങ്ങേണ്ട സമയത്ത് ഞങ്ങളിവിടെ
ഭയങ്കര വൈബാണ് കേട്ടോ. നമ്മൾ വന്ന സമയത്ത് കൗസല്യ സുപ്രജാരാമഭൂപ അതായിരുന്നു അല്ലെ പാട്ട്. രാമപൂർവ സന്ധ്യ പ്രവർത്തതു എന്നിങ്ങനെ തന്നെയാ. ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. കൈ പിടിച്ച് നടന്നു ബേസിക്ക് നോക്കിയോ. ഓക്കെ വന്നാർന്ന് ഓക്കേട്ടാ. ഗൈസ് ഇനി നടക്ക പോகிறது യുദ്ധം താൻ. കാരണം ഞങ്ങളുടെ കോപ്രായങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരാം, ചിലപ്പോൾ ദേഷ്യം വരാം. അത് വെറും സ്വാഭാവികം മാത്രം. അതെ ഇത് പ്രാന്തത്തോളം തിരിഞ്ഞു ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ഇങ്ങനെ നിന്നാൽ മതി. ആ ഫേസ് ചെയ്യാം, ഫോട്ടോയ്ക്ക് വിളിക്കാം പറഞ്ഞു. ഓക്കെ കറക്റ്റാണ്. ഈ സൈഡ് ക്ലിക്ക് ചെയ്ത് അങ്ങനെ. ആ ഓക്കെ തുറന്നു അന്തലപ്പം തരും നോക്കട്ടെ. ചേട്ടൻ ഇങ്ങോട്ടേക്ക് ആ നേരം. ആ ഓക്കെ കറക്റ്റാണ്. അഞ്ച് ചിരിക്കേ. രണ്ട് സ്റ്റെപ്പ് വേണ്ടി നടന്നോട്ടാ. 1 2 3 സ്റ്റാർട്ട്. റെഡി 1 അതെ പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ ഇത് നമ്മക്കിന്ന് പോണ്ടേ? യൂ എന്റെ ഒരു കൈ എവിടെയാടേ? രണ്ടൂന്ന് കൈയായിട്ട് വന്നേ. ഗൈസ് ഇത് നല്ലൊരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ കോപ്പറായി തോന്നും. ഒരുപാട് പേര് ഇവിടെ തൊഴാൻ, ട്രാവലറൊക്കെ വിളിച്ചിട്ടാണ് ഇവിടെ ആൾക്കാർ തൊഴാൻ വരുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നു, കുറേ പേര് ഫോട്ടോഷൂട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതാണ് എല്ലാവരും നോക്കിയിരുന്നത്. എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. പക്ഷേ ആ ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു, അങ്ങനത്തെ ഫോട്ടോസൊക്കെ കിടന്നും ഇരുന്നൊക്കെ കുറേ എടുത്തായിരുന്നു കേട്ടോ. ഗൈസ് നമ്മൾ ഇവിടേക്ക് കറക്റ്റ് 5:55 5:55 ഹരീഷ് ഒരു 6:15 ഷാർപ്പ് ടൈമിനെത്തി. നിങ്ങളെ കുറച്ച് നേരത്തെ വിളിച്ചതായിരുന്നു. അതെ അതെ, ഞങ്ങൾ നന്നായിട്ട് അറിയാവുന്നുണ്ട്. പഞ്ച്വാലിറ്റി നമ്മളപ്പോൾ തുടങ്ങിയ ഷൂട്ടാണ്. ഹരീഷിനെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പണിയെടുത്തിട്ടും മതിയാവില്ല, സാറ്റിസ്ഫൈഡ് ആവില്ല അല്ലേ? അപ്പം നമുക്ക് എന്താണ് വൈൻഡപ്പ് ചെയ്യടാ. പക്ക സാറ്റിസ്ഫൈഡ് അല്ലേ? അല്ലേ അല്ലേ മോനെ? കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുന്നു സാർ. ഗൈസ് അപ്പം നമ്മുടെ ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. ഒരു 2 കപ്പിൾസ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. 4 കപ്പിൾസ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഒക്കെ ധാവണികളാണ്, എല്ലാവരും ധാവണി. എനിക്ക് തോന്നുന്നു ഫോട്ടോഷൂട്ടാണ്. ഞങ്ങൾ മാത്രമാണ് 2 കുട്ടികളെ തള്ളി തദ്ദയായിട്ട് ഇങ്ങനെ വന്നിട്ട് ഫോട്ടോ എടുക്കണേന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? പിന്നെ നീ അവിടെ എല്ലാരും ചോദിച്ചു പറഞ്ഞല്ലോ അല്ല, എനിക്ക് കണ്ടിട്ട് എനിക്ക് സേവ് ദ ഡേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നല്ല ഏജ് ഉണ്ട്. ആണോ? പക്ഷെ അവർക്ക് കുട്ടിയായി അവരെ ഞാൻ കാണിക്കണില്ലല്ലോ, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. നീ ആരെ പറ്റി പറയണെന്ന് അറിയാം. ഇത് നമ്മളറിയില്ലെങ്കിലും
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ നല്ല വെയിലായ സമയം 8 മണി ആയിട്ടുള്ളൂ. പക്ഷെ കണ്ട അവിടെ നല്ലോണം ലൈറ്റ് അടിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഏരിയാസ് ഒക്കെ ഉണ്ട്. പക്ഷെ വെയിൽ വരുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ പിള്ളേർ നമ്മളും ഇറങ്ങാണ്. തലവേദന എടുക്കുന്നത് മേ ബി ഉറക്കക്കുറവിൻ്റെ ഉറങ്ങാത്തതിൻ്റെ പ്ലസ് വെയിൽ പിന്നെ കുറച്ച് നേരം പണിയെടുത്തല്ലോ അതിൻ്റെ ആയിരിക്കണം. ഞാൻ ചത്തു. പക്ഷേ ഹരീഷിന് എത്ര ഫോട്ടോ എടുത്താലും മതിയാവില്ല കേട്ടോ. അവന് ഇനിയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മളിത് ഇറങ്ങാണ്. ഇനി ഭക്ഷണം എല്ലാം കഴിക്കാൻ നോക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. 7:30 വെളുപ്പിന് എണീറ്റതല്ലേ നമ്മൾ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ആ നേരത്തൊന്നും നമ്മൾ ബസ് സ്റ്റോപ്പിലൊക്കെ ഓരോരുത്തരെ കണ്ടിരുന്നു കേട്ടോ. അതായത് വെളുപ്പിന് എൻ്റെ ജോലിക്ക് പോകണം, അത്രയും നേരത്തെ എൻ്റെ ജോലിക്ക് പോകണം ഒരുപാട് ആൾക്കാരെ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചിരുന്നു. പക്ഷെ നല്ല വൈബാണ് കേട്ടോ. ഈ രാവിലെ തന്നെ വെളുപ്പിന് തന്നെ എനിക്ക് കുളിച്ച് ട്രാവൽ ചെയ്ത് ജോലി സ്ഥലത്തൊക്കെ പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെയാണ് കേട്ടോ. ആ ഒരു കാര്യമൊക്കെ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഹോട്ടൽ നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് ഹൈഡ്രേഷൻ ടീമാണ് നമ്മളെ കൂടി ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ വയറ് നിറയെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. അത് അവർ മാത്രമല്ല, നമ്മുടെ നിതീഷ് ചേട്ടൻ അങ്ങനെ ഒരു കാര്യമുണ്ട്. നിതീഷ് ചേട്ടന് ഫുഡ് മേടിച്ച് കൊടുക്കുക എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. എന്ത് ഫുഡ് എത്ര വേണമെങ്കിലും വാങ്ങിച്ചു കഴിച്ചോ. കഴിക്കേണ്ട കാര്യമാണ്, വിശപ്പിൻ്റെ കാര്യമാണ്, കൊതിയുടെ കാര്യമാണ്. അതിൽ ഒരു കാര്യം വേണ്ട, അതിൽ പൈസയും നോക്കണ്ട, ഒന്നും നോക്കണ്ട. നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പോൾ അതൊക്കെ ഹരീഷിന് അറിയുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ രാവിലത്തെ മസാല ദോശ ആയിട്ടൊരു വിഷമമുള്ളൂ. ലാഭം ഉച്ചയ്ക്ക് വൈകിട്ടെന്നാണ് അവർ പറഞ്ഞത്. ഉച്ചയ്ക്ക് വൈകുന്നേരം വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാമല്ലോ. ഇത് നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ. ദോശ, ഇഡലി, പൂരി ഇതിലേതെങ്കിലുമൊക്കെ കഴിക്കേണ്ടി വരുള്ളൂ. അപ്പോൾ അവർക്ക് നമ്മൾ ഫുഡ് മേടിച്ചെടുത്തു. നമ്മൾ മസാല ദോശയാണ് കേട്ടോ മേടിച്ച് കഴിച്ചത്. സോ നമ്മൾ കുറേ നേരത്തിന് ശേഷം ഭക്ഷണം കഴിച്ചും കഴിഞ്ഞു. ഞാൻ മറക്കില്ല, പക്ഷെ നാളെ തന്നെ തരാൻ നോക്കാം. വണ്ടി കാണിക്കില്ലേ മോശം. പോവല്ലേ ഇപ്പൊ നിങ്ങള്? ഞങ്ങൾ പറഞ്ഞയക്കാൻ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ വരില്ലേ? വീട്ടിൽ വരുന്നില്ല, പോട്ടെ. ഓ, അത് കേൾക്കുമ്പോഴാ അടുത്ത ഷൂട്ടിന് അതെ അടുത്തത് ഒരു ഷൂട്ടും കൂടെ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വൈകുന്നേരം. പക്ഷേ ഇന്ന് നമുക്ക് വേറൊരു എമർജൻസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് മാറ്റി വെക്കിട്ടുണ്ട്. പക്ഷെ ഹരീഷിനാണെങ്കിൽ ഒരു ദിവസം പോലെ നിന്ന് തരുമ്പോൾ അത്രയും തിരക്കുള്ളൊരു മനുഷ്യരത്. അല്ല ഹരീഷ്, എല്ലാ ദിവസവും അവന് ഇതുണ്ട്, ഷൂട്ടുണ്ട്. മെച്ചപ്പെട്ട് കഴിച്ചതിനൊക്കെ അത് പറയട്ടെ. അപ്പൊ അടുത്ത ഷൂട്ടിന് സെറ്റ് ചെയ്യണം. ഓക്കെ മച്ചാ, അടുത്ത ഷൂട്ടിന് നീയും വേണം. ഒന്നുമില്ലാതെ. അപ്പോൾ ഗൈസ്, നമ്മുടെ എന്താ പറയുക ഫോട്ടോസും കാര്യങ്ങളെല്ലാതും നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ വാച്ച് ചെയ്യാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നിട്ടാണ് ഞാനത് ഇതാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം. അല്ലെങ്കിൽ നമ്മുടെ ഷോർട്സിലോ അതിലൊക്കെ ഞാൻ പിക്സ് ആഡ് ചെയ്യാം. എനിക്ക് ഫോട്ടോസിൻ്റെ കാര്യത്തിലും വീഡിയോൻ്റെ കാര്യത്തിലും എനിക്ക് ഒട്ടും കൺഫ്യൂഷൻ ഇല്ല. കാരണം ഞങ്ങളെ അഭിപ്രായം കൂടെ ഹരീഷിനോട് പറഞ്ഞിട്ടില്ല. അവനത് അവൻ്റെതായ രീതിയിൽ സെറ്റപ്പാക്കി തരും. നമ്മുടെ സഞ്ജുവിൻ്റെ ഒക്കെ വെഡിങ് സേവ് ദ ഡേറ്റിനൊരു വീഡിയോ ഉണ്ടായിരുന്നു. കിടിലം വീഡിയോ ആയിരുന്നു. അപ്പോൾ എനിക്ക് അതേപോലെയൊക്കെ എന്തെങ്കിലും ആക്കി തരണം ഞാൻ അവനോട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവൻ്റെ കയ്യിൽ ഇങ്ങനെ ഏൽപ്പിച്ച് കൊടുത്താൽ മാത്രം മതി. അവനത് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ തന്നോളൂ. പിന്നെ ഞങ്ങൾ എത്ര വർഷമായിട്ട് നമ്മളിപ്പോൾ ഹരീഷായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് നമ്മൾ അതൊക്കെ ചെയ്യുമ്പോൾ പാറില്ല. അതായത് അപ്പോൾ 5, 6, 7 6 വർഷമായിട്ടുണ്ടാവും ഹരീഷായിട്ട് വർക്ക് ചെയ്യുന്നത് തുടങ്ങിയിട്ട്. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള അവൻ്റെ ഫോട്ടോസൊക്കെ നല്ല കിഡിലൻ, എനിക്ക് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള ത്രാലിക്കാവ് ടെമ്പിൾ ഇട്ടോ. അവിടെ എല്ലാ ഫോട്ടോസും ഭയങ്കര സൂപ്പർ ഫോട്ടോസാണ്. അപ്പോൾ ഗൈസ്, എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഷൂട്ട് ഡേ നമുക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നന്നായിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ. നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. അതെ, ആര് ചില ദിവസങ്ങളിൽ ഞാൻ എനിക്കും ഈ സമയമാവാറുണ്ട്. ആര്യായിരുന്നല്ലേ? ഞാൻ എനിക്കുമ്പോഴും ചില ദിവസങ്ങൾ 9:45 ആവാറുണ്ട്. ഇല്ലില്ല, 9:45 പോവാറില്ല. 9:30 വല്ല. പക്ഷെ അത്രയും തലേ ദിവസം നമ്മൾ സിനിമയ്ക്കൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിലൊക്കെ അതൊക്കെ 9:30 അല്ലെങ്കിൽ ഒരു 8:30 ഇരിക്കാറുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ പറയൂ. തരാം. ബൈ ബൈ.